ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെൽത്തി സലാഡിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. എപ്പോഴും നമ്മൾ കറിയും സ്വീറ്റും അതുപോലെ പായസം, ബിരിയാണി ഒക്കെയല്ലേ കാണിച്ചു തരുന്നത്. ഇടയ്ക്കെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു തരണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു ഹെൽത്തി മിക്സഡ് വെജിറ്റബിൾ വെച്ചുള്ള ഒരു സലാഡാണ് കാണിച്ചു തരുന്നത്. ഫസ്റ്റ് ഞാൻ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അത് നമ്മൾ ചിക്കൻ ഹോളായിട്ട് വാങ്ങുന്ന സമയത്ത് അത് ഒരു പോർഷൻ എടുത്താലും മതിയാകും. അത് ചെറിയൊരു പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ കുറച്ച് ഒറിഗാനോ, നമുക്ക് എന്ത് ഫ്ലേവറൊക്കെ വേണം അത് നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഓണിയൻ പൗഡർ, അതുപോലെ ഗാർലിക് പൗഡർ, അതുപോലെ പിന്നെ നമുക്ക് ഓരോ സീസണിങ് പൗഡേഴ്സ് കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്തിടാം. അത് നമ്മളുടെ ഓപ്ഷണലാണ്. നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഫ്ലേവർ മാറ്റുകയൊക്കെ ചെയ്യാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്യൂക്കുംബറിൻ്റെ പകുതിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു ചെറിയൊരു ടൊമാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഐസ്ബർഗ്, അത് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അതൊന്ന് അടിക്കണ ക്രിസ്പിനെസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അവക്കാഡോ എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അവക്കാഡോൻ്റെ സീസണാണ്. അതുകൊണ്ട് നമുക്ക് ഈസിലി അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഒരു അവക്കാഡോയും കൂടി എടുക്കാം. അവക്കാഡോയിൽ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. നമ്മളുടെ ഡയറ്റൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ. നല്ല സോഫ്റ്റാണ്. അത് ഞാൻ ചെറിയ പീസുകളായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിളാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതുപോലെ അഡീഷണലായിട്ട് ക്യാപ്സിക്കോ, റെഡ് ക്യാപ്സിക്കോ ഉണ്ട്, സ്വീറ്റ് കോണ്, എന്ത് വേണമെങ്കിലും നമുക്ക് റോ ആയിട്ടുള്ള വെജിറ്റബിൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്, എടുത്തു വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത്. ഇനി നമുക്ക് കുറച്ചൊരു ഒലിവ് ഓയിലാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഹെൽത്തി സലാഡാണെന്ന്, അതുകൊണ്ട് ഞാൻ ഒട്ടും കുറക്കാതെ ഒരു ഒലിവ് ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരല്പം വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് കുക്കായി കിട്ടും. ഈ സംസാരിച്ചിരിക്കുന്ന സമയത്തിന് എപ്പോഴും പറയുന്നത് പോലെ പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സംഭവം കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് നല്ല പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടെങ്കിൽ അതുമാണ് ചേർത്താൽ മതി. കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്ത് നിങ്ങളിപ്പോൾ കാണിച്ചു തരുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി. ആ ഒരു അവക്കാഡോൻ്റെയൊക്കെ ആ ഒരു സോഫ്റ്റ്നെസ്സും ചിക്കനും ഒക്കെ കൂടി കഴിക്കുമ്പോഴത്തേക്കും എത്ര വെജിറ്റബിൾസ് കഴിക്കാത്ത എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഇതൊരു ഹെൽത്തി വേർഷനായിട്ടുള്ള ചിക്കൻ സലാഡിൻ്റെ റെസിപ്പിയാണ്. ചിക്കനും വെജിറ്റബിൾ മിക്സ് ആയിട്ടുള്ള ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. ഇഷ്ടമായാൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലും ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.